പ്രായം വെറും നമ്പർ മാത്രം. പ്രണയം ഇന്നും ക്രിക്കറ്റിനോട്. തൃശൂർ വടക്കാഞ്ചേരിയിലെ ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളാണ് ഇക്കാര്യം ഉറക്കെ പറയുന്നത്. ചെറുപ്പകാലം മുതൽ ക്രിക്കറ്റിനെ നെഞ്ചേറ്റിയ ഇവർ ഇതിനോടകം തന്നെ സീനിയർ സിറ്റിസൺമാരായി മാറി. എന്നാൽ ആവേശം ഒട്ടും ചോരാതെ ഭൂരിഭാഗം ആളുകളും ഇന്നും കളിക്കളത്തിലുണ്ട്. തൃശൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന മിന്നുന്ന പ്രകടനം. 60 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഭൂരിഭാഗം താരങ്ങളും. തൃശൂർ ബുണ്ടൂർ ആത്രയ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലാണ് വാശിയേറിയ ഈ പോരാട്ടം നടന്നത്. ക്രിക്കറ്റിനോട് അടങ്ങാത്ത പ്രണയവുമായി ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലുമെല്ലാം തിളങ്ങുന്ന ഇവരെ സാധാരണ വയോജനങ്ങളുടെ വിഭാഗത്തിൽ പെടുത്താനാകില്ല. അന്ധകാലത്ത് വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബ്ബ് രൂപീകരിച്ചവരാണ് എല്ലാവരും. ക്ലബിന്റെ 51ാമത് രൂപീകരണ വർഷത്തിന്റെ ഭാഗമായാണ് അവർ വീണ്ടും കളത്തിലിറങ്ങിയത്. അപ്പോൾ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈവൻ 70s ആൾക്കാർ വരെ ഇതിൽ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇക്കൊല്ലം അത് നമുക്ക് ആത്രയ അക്കാഡമിയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അതിലിപ്പോൾ എല്ലാ ആൾക്കാരും സഹകരിച്ചു. അപ്പോൾ വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബിന് വേറൊരു പ്രധാനമുള്ളത് നമ്മൾ 51ാമത്തെ കൊല്ലമാണ്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലം നമ്മൾ 50ാമത്തെ കൊല്ലം കൊണ്ടാടി. അത് വളരെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് ടൂർണമെൻറ്റ് നമ്മൾ കേരളവർമ്മ കോളേജിൽ വെച്ച് നടത്തി. അത് വളരെ സക്സസ് ആയിരുന്നു. അപ്പോൾ അത് ഇനിയും തുടരണം. ഇപ്പോൾ വടക്കാഞ്ചേരി ഗ്രൗണ്ട് റിനോവേഷൻ സമയമാണ്. അതിപ്പോൾ ഈ മറ്റന്നാളോ ഉദ്ഘാടനം കഴിയുമെന്ന് വിചാരിക്കുന്നു. ക്രിക്കറ്റ് നിയമങ്ങളെല്ലാം പാലിച്ചുള്ള വാശിയേറിയ പോരാട്ടം കാണാൻ നിരവധി ചെറുപ്പക്കാരും ക്രിക്കറ്റ് പ്രേമികളുമാണ് മുണ്ടൂരിലെത്തിയത്. കാണികൾക്ക് ആവേശം പകരുന്നതായിരുന്നു മത്സരത്തിന്റെ ഓരോ നിമിഷങ്ങളും. സർക്കാർ സർവീസിലും വിവിധ സേനകളിലും പ്രവാസികളായും മെഡിക്കൽ, ബിസിനസ്, അധ്യാപകർ എന്നിങ്ങനെ വിവിധ മേഖലകളിലായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമാണ് കൂട്ടായ്മയിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും. ക്ലബിന്റെ പഴയകാല ഭാരവാഹിയും നിലവിലെ കൂട്ടായ്മയുടെ പ്രസിഡന്റുമായ MR വെങ്കിടേശ്വരന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് മലയാളം, തൃശൂർ.